വെൽക്കം ബാക്ക് ടു വിദ്യാനദി. കേരള നവോത്ഥാന നായകന്മാരിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ എൻ്റെ ക്ലാസ് ഇഷ്ടമുള്ള ആൾക്കാർ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം. അപ്പം ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ആദ്യത്തെ ആളാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ആളാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. 1852 ഓഗസ്റ്റ് 26-ന് പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് ജനിച്ചു. 1852 ഓഗസ്റ്റ് 26-ന് പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് ജനിച്ചു. ബാല്യകാലനാമം ഗോവിന്ദൻകുട്ടി. യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ. പിതാവ് കുഞ്ഞികൃഷ്ണമേനോൻ. മാതാവ് നാണിയമ്മ. ഭാര്യ യോഗിനി ദേവി. 1852 ഓഗസ്റ്റ് 26-ന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് ജനിച്ചു. ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി. യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ. പിതാവ് കുഞ്ഞികൃഷ്ണമേനോൻ. മാതാവ് നാണിയമ്മ. ഭാര്യ യോഗിനി ദേവി. ഇദ്ദേഹം അറിയപ്പെടുന്നത് ആലത്തൂരിലെ സന്യാസി, പുരുഷസിംഹം, നിരീശ്വരവാദികളുടെ ഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നു. ആലത്തൂരിലെ സന്യാസി, പുരുഷസിംഹം, നിരീശ്വരവാദികളുടെ ഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നു. 1893 ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു. 1893 ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു. ഇദ്ദേഹം അറിയപ്പെടുന്നത് ആലത്തൂരിലെ സന്യാസി, പുരുഷസംഘം, നിരീശ്വരവാദികളുടെ ഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നു. 1893 ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു. 1899 ശ്രീ ബുദ്ധഭൂഷണി ലഘുകാവ്യം രചിച്ചു. 1899 ശ്രീ വിദ്യഭൂഷണി ലഘുകാവ്യം രചിച്ചു. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. ഇദ്ദേഹത്തിൻ്റെ മതം ആനന്ദമതം. ആനന്ദ സന്ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹം പുറത്തിറക്കിയ മാസികയാണ് സാരാഗ്രാഹി. 1899 ശ്രീ വിദ്യഭൂഷണി ലഘുകാവ്യം രചിച്ചു. ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918. ഇദ്ദേഹത്തിൻ്റെ മതം ആനന്ദമതം. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹം പുറത്തിറക്കിയ മാസിക സാരാഗ്രാഹി. മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ്. മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ. മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വാഗ്ഭടാനന്ദൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കോളേജ് ആലത്തൂര് പാലക്കാട്. ബ്രഹ്മാനന്ദ ശിവയോഗി കോളേജ് ആലത്തൂര് പാലക്കാട്. 1926 സെപ്റ്റംബർ 10-ന് അന്തരിച്ചു. 1926 സെപ്റ്റംബർ 10-ന് അന്തരിച്ചു. അപ്പം മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വാഗ്ഭടാനന്ദൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കോളേജ് പാലക്കാട്ടിലെ ആലത്തൂരിൽ 1926 സെപ്റ്റംബർ 10-ന് അന്തരിച്ചു. ഭാര്യ യോഗിനി ദേവിയുടെ കൃതി ആനന്ദ ഗുരുഗീതി. ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് കെ. ഭീമൻ നായർ എഴുതിയ ജീവചരിത്രമാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്. ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് കെ. ഭീമൻ നായർ എഴുതിയ ജീവചരിത്രമാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്.
ഭാര്യ യോഗിനി ദേവിയുടെ കൃതി ആനന്ദ ഗുരുഗീതി. ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് ഭീമൻ നായർ എഴുതിയ ജീവചരിത്രമാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് ശിവയോഗ രഹസ്യം, രാജയോഗ രഹസ്യം, വിഗ്രഹാരാധന ഖണ്ഡനം, മോക്ഷപ്രദീപം, ശ്രീവിദ്യ ഭീഷണി, ആനന്ദ ദർശനം. ശിവയോഗ രഹസ്യം, രാജയോഗ രഹസ്യം, വിഗ്രഹാരാധന ഖണ്ഡനം, മോക്ഷപ്രദീപം, ശ്രീവിദ്യ ഭീഷണി, ആനന്ദ ദർശനം. ശിവയോഗ രഹസ്യം, രാജയോഗ രഹസ്യം, വിഗ്രഹാരാധന ഖണ്ഡനം, മോക്ഷപ്രദീപം, ശ്രീവിദ്യ ഭീഷണി, ആനന്ദ ദർശനം, ആനന്ദ കുമ്മി, ആനന്ദ സൂത്രം, ആനന്ദ വിമാനം. ആനന്ദ കുമ്മി, ആനന്ദ സൂത്രം, ആനന്ദ വിമാനം. ആനന്ദ കുമ്മി, ആനന്ദ സൂത്രം, ആനന്ദ വിമാനം. ആനന്ദ സോചനം, ആനന്ദ ഗണം, ആനന്ദ ഗുരുഗീത, ആനന്ദ കൽപ്പദ്രുമം, ആനന്ദ മതസ്പൃശ്യം, ജ്ഞാനകുമ്മി. ആനന്ദ സോചനം, ആനന്ദ ഗണം, ആനന്ദ ഗുരുഗീത, ആനന്ദ കൽപ്പദ്രുമം, ആനന്ദ മതസ്പൃശ്യം, ജ്ഞാനകുമ്മി. അപ്പൊ അടുത്ത ആളിലേക്ക് കിടക്കാം. ഇത്രയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ആള് ആഗമാനന്ദ സ്വാമികൾ. അഗമാനന്ദ സ്വാമികൾ. അഗമാനന്ദ സ്വാമികൾ ജനിച്ചത് 1896 ഓഗസ്റ്റ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ. കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. ഇപ്പോൾ ജനനം 1896 ഓഗസ്റ്റ് 27 കൊല്ലം ജില്ലയിൽ ചവറയിൽ ജനിച്ചു. യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നു. കേരള വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ആധുനിക കാലടിയുടെ സ്ഥാപകൻ എന്നും അറിയപ്പെടുന്നു. ആധുനിക കാലടിയുടെ സ്ഥാപകൻ എന്നും അറിയപ്പെടുന്നു. കേരള വിവേകാനന്ദൻ, ആധുനിക കാലടിയുടെ സ്ഥാപകൻ എന്നും ഇങ്ങനെ രണ്ട് രീതിയിൽ അറിയപ്പെടുന്നു. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു. ജനനം 1896 ഓഗസ്റ്റ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. കേരള വിവേകാനന്ദൻ, ആധുനിക കാലടിയുടെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു. കൊല്ലം ജില്ലയിലെ പത്മനയിൽ ജനിച്ചാരാ? എല്ലാവർക്കും അറിയാവോ? കൊല്ലം ജില്ലയിൽ പത്മനയിൽ ജനിച്ച ഞാൻ ഇതിനു മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു. ഇദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം. ഇദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ. സനാതന വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ. ഇദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയം ബ്രഹ്മാനന്ദോദയം. സനാതന വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് വിവേകാനന്ദ സന്ദേശം, വിഷ്ണു പുരാണം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം. വിവേകാനന്ദ സന്ദേശം, വിഷ്ണു പുരാണം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം. മാസിക പ്രബുദ്ധ കേരളം. മാസിക പ്രബുദ്ധ കേരളം, അമൃതവാണി. മാസിക പ്രബുദ്ധ കേരളം, അമൃതവാണി. അടുത്ത ആളാണ് പി കെ ചാത്തൻ മാസ്റ്റർ. അടുത്ത ആളാണ് പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ചത് 1920 അന്തരിച്ചത് 1988 പി കെ മാസ്റ്റർ ജനിച്ചത് 1920 അന്തരിച്ചത് 1988. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ചു. അപരനാമം മാസ്റ്റർ. അപരനാമം മാസ്റ്റർ. അപ്പോൾ പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ചത് 1920 ജനിച്ചു. 1988 അന്തരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ചു. അപരനാമം മാസ്റ്റർ.
EMS മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു. EMS മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു. മത്സരിച്ച മണ്ഡലമാണ് ചാലക്കുടി. അദ്ദേഹം മത്സരിച്ച മണ്ഡലമാണ് ചാലക്കുടി. EMS മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു. മത്സരിച്ച മണ്ഡലം ചാലക്കുടി. PK ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1954. PK ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1954. PK ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് 1954. കൂടൽമാണിക്യ ക്ഷേത്ര നിരത്ത് തുറന്നു കിട്ടാനുള്ള പ്രക്ഷോഭത്തിലും പാലിയം സത്യാഗ്രഹത്തിലും പങ്കെടുത്ത നവോത്ഥാന നായകൻ. കൂടൽമാണിക്യ ക്ഷേത്ര നിരത്ത് തുറന്നു കിട്ടാനുള്ള പ്രക്ഷോഭത്തിലും പാലിയം സത്യാഗ്രഹത്തിലും പങ്കെടുത്ത നവോത്ഥാന നായകൻ. കൂടൽമാണിക്യ ക്ഷേത്ര നിരത്ത് തുറന്നു കിട്ടാനുള്ള പ്രക്ഷോഭത്തിലും പാലിയം സത്യാഗ്രഹത്തിലും പങ്കെടുത്ത നവോത്ഥാന നായകൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ടൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ നോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ് താല്പര്യമുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അടിച്ചിട്ട് ഞാൻ എന്നും ഇരുന്ന നോട്ട്സ് നിങ്ങൾക്ക് വരും. അപ്പോൾ പലതായിട്ട് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് നോട്ട് തയ്യാറാക്കി വെച്ചത് ഇടുന്നു. അതെന്നാന്ന് വെച്ചാൽ കൊച്ചുള്ളതുകൊണ്ട് ചില ദിവസം എനിക്ക് പറ്റാറില്ല നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ പറ്റും. നിങ്ങളുടെയൊക്കെ ഒപ്പം തന്നെയാണ് ഞാനും പഠിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എനിക്കും യൂസ്ഫുൾ ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് പ്രസൻറ്റ് എക്സാം ഉണ്ടായിരുന്നു. 1 മാസം കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് എന്തോ 50 മാർക്കിനടുത്ത് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പം ഗുണമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും നോട്ട് എഴുതാനൊന്നും ടൈമില്ല, അതിനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പിള്ളേരുണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയി നോക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അവർക്ക് ഞാൻ എൻ്റെ നമ്പർ തരാം. എന്നിട്ട് ഞാൻ PDF ആയിട്ട് നോട്ട് അയച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.